ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ഖജനാവിൽ നിന്ന് സമ്പത്തെടുത്ത് സർക്കാർ നിയമനം നടത്തിയത് സംവരണ തത്വം പാലിക്കാതെയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൃത്തല്ലൂരിൽ നടന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരക്കഥാര ജേതാവ് മാടമ്പ് കുഞ്ഞുകുട്ടൻ നിർവഹിച്ചു. ഇരുവൃക്കുകളും തകരാറിലായ ദിനേശിന്റെ കുടുംബം കഷ്ടതയുടെ നടുക്കയത്തിൽ. വാർത്തകൾ വിശദമായി. സർക്കാർ ഖജനാവിൽ നിന്ന് സമ്പത്തെടുത്ത് നിയമനം നടത്തിയത് സംവരണ തത്വം പാലിക്കാതെയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നാട്ടികയിൽ പുതുതായി ആരംഭിച്ച ശ്രീനാരായണ ഗുരു കോളേജിന്റെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ സ്ഥലം പരിശോധിച്ച് സംസാരിക്കുകയായിരുന്നു യോഗം ജനറൽ സെക്രട്ടറി. ന്യൂനപക്ഷ കമ്മീഷൻ പ്രൊമോട്ടർമാരായി 1000 പേരെ നിയമിച്ച നടപടിക്കെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. നിയമനത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണെന്നും കൂടുതലും കുറവും എന്നാണ് സമ്പത്ത്, വിഭവം എന്നിവ പങ്കുവയ്ക്കുന്നതിൽ വന്ന വീഴ്ചയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇത് അവിടെ ഇവിടെ എല്ലാം സയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രൂപ്പുകളും കോഴ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ നല്ല മെച്ചമായ രീതിയിൽ ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും പിന്നോക്ക പ്രദേശങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്ത് ടൗണിലും മറ്റും പോയി യാത്ര ചെയ്ത് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാർ ഒരുപാടുള്ള ഈ പ്രദേശത്ത് അവരുടെ വീട്ടുമുറ്റത്ത് കോളേജ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനും ഉള്ള സൗകര്യം കിട്ടും. അങ്ങനെ അവരെ പ്രബുദ്ധരാക്കാൻ, വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോളേജ് പുതുതായി അനുവദിച്ച് കിട്ടിയതിൻ്റെ ബിൽഡിംഗ് ഈ സ്ഥലത്ത് വളരാൻ 2 സൈഡ് റോഡുണ്ട്. വരുന്നവർക്ക് പോകാനും വരാനും കുട്ടികൾ വരാനും പോകാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള ഒരു സ്ഥലം നോക്കി ഉടൻ തന്നെ ടെൻഡർ ചെയ്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതിലിപ്പോ വിവാദങ്ങളുടെ ഒരു ഇതാണല്ലോ. എന്താണ് വിവാദം? ഈ ഡാറ്റാ സെന്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഇടതുപക്ഷവും UDF ഒക്കെ ഭരിക്കുന്നത് അവർ 2 കൂട്ടർക്കും ബന്ധമുള്ളൊരു വിഷയമാണ് ഡാറ്റാ സെന്ററൊക്കെ ആയിട്ട്. അതൊക്കെ വലിയ വലിയ ആളുകളൊക്കെ തമ്മിലുള്ള കാര്യമാണ്. ഈ ഞാൻ സമുദായ പ്രവർത്തനം എന്നെ വെറുതെ വിട്ടേ. അതൊക്കെ വലിയ വലിയ ആളുകൾ സാറ് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പൊ ഏറെ ഒന്നും നിൽക്കണ വായിച്ചില്ലേ പത്രത്തിലെ 1000 പേരെ വെച്ചിട്ട് ആരെ വെച്ചത്? അതിൽ ഒരു സമുദായത്തിൻ്റെയും കൂടി ഒരു സമുദായത്തിന് കുറഞ്ഞെന്ന് പറഞ്ഞ് അവർ തർക്കം. എന്താണ് 1000 പേരെ ന്യൂനപക്ഷ സമുദായങ്ങളെ അവർക്കുള്ള വെൽഫെയർ അന്വേഷിക്കാൻ നിയമിച്ചു. ഒരു സമുദായത്തിന് വളരെ കൂടുതൽ മറ്റൊരു സമുദായത്തിന് തീരെ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ വഴക്ക്. അതാണ് ലേറ്റസ്റ്റ്. ശരിയായ ന്യൂനപക്ഷം ഹിന്ദുവെന്നും ഹിന്ദുക്കളുടെ ക്ഷേമം അന്വേഷിക്കാൻ ആരും ഇല്ലെന്നുമാണ് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടത്. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അധ്യക്ഷനായി. മോഹനൻ കണ്ണമ്പള്ളി, KA ഉണ്ണികൃഷ്ണൻ, PR ജനാർദ്ദനൻ, PK പ്രസന്നൻ, SN കോളേജ് പ്രിൻസിപ്പൽ V വിനോദ് കുമാർ, ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നീലകണ്ഠൻ തുടങ്ങിയവർ വെള്ളാപ്പള്ളിക്കൊപ്പം നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് നടന്ന നവരാത്രി സമ്മേളനം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് സമസ്ത ഭാവങ്ങൾക്കും രൂപം നൽകുക എന്നുള്ളത്. എല്ലാ വിദ്യകൾക്കും മാത്രമല്ല, എല്ലാ ഭാവങ്ങൾക്കും രൂപവും നാമവും നൽകുന്നു. സഹസ്രനാമം എന്ന് പറഞ്ഞ് ശിവന്റെ സഹസ്രനാമം എന്ന് പറഞ്ഞ് എല്ലാവരും ശിവന്റെ നാമങ്ങൾ തന്നെയാണെങ്കിൽ 1000 ഭാവങ്ങളാണ്. ലളിത അതേമാതിരി 1000 ഭാവങ്ങളെയാണ് 1000 നാമങ്ങളിൽ കൂടി പറയുന്നത്. എല്ലാ സഹസ്രനാമങ്ങളും അങ്ങനെ
മറ്റ് നാമാവലികളും ഒരേ ഈശ്വരൻ്റെ പല ഭാവങ്ങൾ. അതാണ് ഒരുപക്ഷെ നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സനാതനമായ ധർമ്മത്തിന് ലോകത്തിൻ്റെ മുമ്പ് നൽകാൻ സാധിച്ചതായ ഒരു മഹത്തായ ഭാവന എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. ഭാവന കൊണ്ടാണ്. മലബാർ ദേവസ്വം ബോർഡ് അംഗം വേണുഗോപാലൻ അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, VC പ്രസാദ്, രാജേന്ദ്ര പ്രസാദ്, ശശിധരൻ ചുങ്കത്ത്, വാസുദേവൻ നമ്പൂതിരി, ശ്രീകുമാർ മടത്തിപ്പറമ്പിൽ, സുരേഷ് വഴിനടക്കൽ, TB ബിജു, MP ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം ഉദ്ഘാടനം കൊണ്ട് ശ്രദ്ധേയമായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി എറിഞ്ഞ പന്ത് ബൌണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറാണ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മാധവൻ, TI ചാക്കോ, ചന്ദ്രിക രത്നാകരൻ, ജ്യോതിരാമൻ, EA ആന്റോ തുടങ്ങിയവർ കേരളോത്സവം പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃപ്പയാർ നാടക വിരുന്നിന്റെ ഭാഗമായി നടന്ന രാമു കാര്യാട്ട് അവാർഡ് നാടക സംവിധായകൻ വക്കം ഷക്കീറിനും, കഴിമ്പുറം വിജയൻ അവാർഡ് കൈനഗിരി തങ്കരാജനും സിനിമാ സംവിധായകൻ സിബി മലയിൽ സമ്മാനിച്ചു. പ്രശസ്തി പത്രം തൃപ്രയാർ നാടക വിരുന്നിന്റെ 2000 ക്ലാസിക് സിനിമകൾ കാണാനുള്ള അവസരം കേരളത്തിലെവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി ദിവസങ്ങൾ താമസിച്ച് ആ സിനിമകൾ കാണും. ഞാൻ ബൈസൈക്കിൾ ടീംസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പ്രശസ്തമായ സിനിമകളൊക്കെയും കണ്ടത്, ബഹുമാൻ സിനിമകളൊക്കെയും കണ്ടത് ഈ തൃപ്രയാറിനെ കൊണ്ടുവച്ചു. പകൽ സമയങ്ങളിൽ ഞാൻ ഈ നാടുകളിൽ ചുറ്റിയാണ് താല്പര്യപ്പെട്ടത്. ഇവിടുന്ന് പരമ്പാടുകളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ഇവിടെ ഒരു ചെറിയ ലോകത്തിൽ 3 ദിവസം താമസിക്കുന്ന ലോകമുണ്ട്. നാടകം എന്ന കലയെ ഞാൻ വളരെ അത്ഭുതത്തോടെ, ചെറുപ്പകാലങ്ങളിൽ വളരെ അത്ഭുതത്തോടെയാണ് നാടകത്തെ കണ്ടിരുന്നത്. KV പീതാംബരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാരനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, പ്രൊഫസർ TR ഹാരി, KA ആനന്ദൻ, സോമൻ താമരക്കുളം, KV രാമകൃഷ്ണൻ, MR ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ പാലപ്പെട്ടി സുജാത രാധാകൃഷ്ണൻ ദമ്പതികളുടെ മകൻ ദിനേഷിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചതായി സമിതി ഭാരവാഹികളായ PG വാസു, ബിനു ചന്ദ്രൻ, P പരമൻ എന്നിവർ വാടാനപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിൽ പാലപ്പെട്ടി സുജാത രാധാകൃഷ്ണൻ ദമ്പതികളുടെ മകനായ ദിനേഷ് 27 വയസ്സ് വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം 2-3 വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ സുഖമായി 6 മാസത്തോളമായി ചികിത്സയിലായി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ അച്ഛൻ മരണപ്പെട്ട് 2 പെങ്ങന്മാർ. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് ആദര സമർപ്പിതം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യ അതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് TN സുനിൽ കുമാർ അധ്യക്ഷനായി. VB ഷെരീഫ് മാസ്റ്റർ, NS ധർമ്മൻ മാസ്റ്റർ, VK മുഹമ്മദ് ഹനീഫ, PS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്പയാർ വിവേകാനന്ദ സേവാ കേന്ദ്രം ശാസ്ത്രയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ SNDP LP സ്കൂളിൽ വെച്ച് ലോക ബഹിരാകാശ വാരാഘോഷം ആചരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ചിത്രകാരൻ പ്രവീഷ് നിർവഹിച്ചു. ഞാൻ വളരെയധികം ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. എന്റെ ചിത്രപ്രദർശനം കേരളത്തിലെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോ വിദേശത്തേക്കും ഒരവസരം വരികയാണ്. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് എന്തായാലും പിന്തിരിയാൻ
ഞാൻ വിട്ടല്ല. എന്തായാലും കെ കെ സുഗതൻ അധ്യക്ഷനായി. ഡോക്ടർ പ്രത്യൂഷ് പൊക്കാഞ്ചേരി, NR സ്വരാജ്, അനിൽ പാഴൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബഹിരാകാശ ശാസ്ത്ര ക്വിസും പോസ്റ്റർ രചനാ മത്സരവും നടന്നു. ഇടവേള.